കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ ആത്മഹത്യ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. DIG വംശി കൃഷ്ണ അന്വേഷണത്തിന് നേതൃത്വം നൽകും. വെടിയുണ്ട തുളഞ്ഞുകയറി ശ്വാസകോശവും ഹൃദയവും തകർന്നതാണ് മരണകാരണം എന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. CJ റോയിയുടെ മരണത്തിൽ ആദായനികുതി വകുപ്പിനെതിരെ കുടുംബം ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ അതിനെയെല്ലാം പൂർണ്ണമായും തള്ളുകയാണ് ബന്ധപ്പെട്ട അധികൃതർ. CJ റോയിയുടെ ആത്മഹത്യയിൽ പ്രതിസ്ഥാനത്ത് ആദായനികുതി വകുപ്പായതുകൊണ്ട് തന്നെ കേസിൽ സമഗ്ര അന്വേഷണം വേണം എന്നതാണ് കുടുംബത്തിന്റെ ആവശ്യം. വിഷയത്തിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ആഭ്യന്തര വകുപ്പ് മന്ത്രി G. പരമേശ്വര എന്നിവർ ഇടപെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. DIG വംശി കൃഷ്ണ നേതൃത്വം നൽകുന്ന അന്വേഷണ സംഘത്തിൽ ബംഗളൂരു സൗത്ത് DCP ലോകേഷ്, സെൻട്രൽ DCP അക്ഷയ് എന്നിവരുമുണ്ടാകും. ഇരുവരും സംഭവം നടന്ന ബംഗളൂരു ഹൊസൂർ റോഡിലെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ആസ്ഥാനത്തെത്തി പരിശോധന നടത്തി. ഏത് രീതിയിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകണം എന്നത് കുടുംബത്തോടുകൂടി ആലോചിച്ച് തീരുമാനിക്കും എന്നതായിരുന്നു സഹോദരൻ CJ ബാബുവിന്റെ പ്രതികരണം. മരിച്ചു എന്നാണോ ഞാൻ അറിഞ്ഞത്, വേറെ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഈ കൊച്ചിയിലെ ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഭാഗത്ത് നിന്ന് വലിയ ഭീഷണിയോ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്ന് ഇന്നലെ ലീഗൽ അഡ്വൈസർ പറയുന്നുണ്ടായിരുന്നു. ഡെപ്യൂട്ടി കമ്മീഷണർ അല്ല, അഡീഷണൽ കമ്മീഷണർ കൃഷ്ണപ്രസാദിന്റെ പുള്ളിയാണ് ഇൻവെസ്റ്റിഗേഷൻ. പുള്ളിയുടെ പ്രഷർ ഉണ്ടായിരുന്നു. ഒരു നോട്ടീസിന്റെ പേരിലൊക്കെ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, അതെനിക്ക് തോന്നുന്നില്ല. വെടിയുണ്ട ഹൃദയവും ശ്വാസകോശവും തുളഞ്ഞുകയറിയുണ്ടായ പരിക്കാണ് മരണകാരണം എന്നതാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. 6.33 mm വലിപ്പമുള്ള വെടിയുണ്ടയാണ് കണ്ടെടുത്തത്. ഹൃദയവും ശ്വാസകോശവും വെടിയുണ്ട തകർത്തിരുന്നു. വെടിമരുന്നിന്റെയും ശരീരഭാഗങ്ങളുടെയും സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചതായി ബംഗളൂരു ബൗറിംഗ് ആശുപത്രി സൂപ്രണ്ട് MN അരുൺ വ്യക്തമാക്കി. ಆಮೇಲೆ ನಮಗೆ ಈಗ ಫಿಂಗರ್ ಗನ್ ಪೌಡರ್ ಇದಕ್ಕೋಸ್ಕರ ಒಂದು ಫಿಂಗರ್ ಟೆಸ್ಟಿಂಗ್ ಒಂದು ಮಾಡಿದ್ದಾರೆ. ಮತ್ತು ಬ್ಲಡ್ದು ಒಂದು ಸ್ಯಾಂಪಲ್ ತೊಗೊಂಡಿದ್ದಾರೆ. DNA ಸಂಬಂಧಪಟ್ಟಂತೆ ಎಲ್ಲ ಬೇಕಾಗಿರುತ್ತೆ, ಅದೊಂದು ಸ್ಯಾಂಪಲ್ ತೊಗೊಂಡಿದ್ದಾರೆ. ಯಾವ ಇದರಲ್ಲಿದೆ, ಒಂದು ಸಿಂಗಲ್ ಬುಲೆಟಾ, ಬೇರೆ ಇನ್ನೇನು ಕಾರಣಗಳಿರುತ್ತೆ, ಜನರಲಿ ಆಸ್ ಎ ಪಾರ್ಟ್ ಆಫ್ ಫಾರ್ಮಾಲಿಟಿ ಈ ವಿಚಾರದಲ್ಲಿ ಮಾಡ್ತಾರೆ. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ മൃതദേഹം നിലവിൽ ബൗറിംഗ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നാളെ രാവിലെ 10 മണി മുതൽ 2 മണി വരെ ബംഗളൂരു ബന്നാർഘട്ടയിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. റോയിയുടെ ഉടമസ്ഥതയിലുള്ള നേച്ചർ കോൺഫിഡന്റ് കാസ്കേഡിൽ വൈകിട്ട് 4 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ. ബന്നാർഘട്ടയിൽ സംസ്കരിക്കണം എന്നതായിരുന്നു റോയിയുടെയും ആഗ്രഹം. 10 മണിക്ക് ബോഡി ഇവിടുന്ന് കൊണ്ടുപോകും. നമ്മള് അതുവരെ ഇവിടെ സൂക്ഷിക്കാനുള്ളത് ബിക്കോസ് ഓഫ് ദ ക്രൗഡ്. അതേസമയം CJ റോയിയുടെ മരണത്തിൽ കുടുംബത്തിന്റെയും സ്റ്റാഫുകളുടെയും മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ റോയിയുടെ 2 ഫോണുകളും ഡയറിയും അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ്. ഈ ഫോണുകൾ തുറക്കാൻ കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയും എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. ആരോപണ വിധേയരായ കൊച്ചിയിൽ നിന്നുള്ള ആദായ നികുതി വകുപ്പ് സംഘം ഇപ്പോഴും ബംഗളൂരുവിൽ തുടരുകയാണ്. ഈ ഒരു ഓഫീസ് കെട്ടിടത്തിൽ വെച്ചാണ് CJ റോയ് തന്റെ നെഞ്ചിലേക്ക് നിറയൊഴിച്ച് ജീവൻ വെടിഞ്ഞത്. ആദായ നികുതി വകുപ്പിന്റെ സമ്മർദ്ദം മൂലമാണ് CJ റോയ് ആത്മഹത്യ ചെയ്തതെന്ന് കുടുംബം ആരോപിക്കുമ്പോൾ അതിനെ പൂർണ്ണമായും തള്ളുകയാണ് ആദായ നികുതി വകുപ്പ്. അങ്ങനെയെങ്കിൽ CJ റോയിയെ മരണത്തിലേക്ക് നയിച്ചത് എന്താണ്? അതിന്റെ ദുരൂഹതകൾ ഇനിയും മറ നീക്കി പുറത്തു വരേണ്ടതുണ്ട്. ബംഗളൂരുവിൽ നിന്നും ക്യാമറമാൻ വിഷ്ണു S. ആനന്ദിനൊപ്പം അബ്ദുൾ റഹീം, ന്യൂസ് മലയാളം.